Hello everyone. Okay, welcome to a new session. ഇന്ന് നമ്മൾ സി പ്രോഗ്രാമിങ്ങിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ചില എക്സാമുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ നെറ്റിന്റെ ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടല്ലോ, മിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോ നമുക്കൊരു പ്രോഗ്രാമിന്റെ ഒരു കോഡാണ് തന്നിട്ടുള്ളത്. ഇന്റ് മെയിൻ സ്റ്റാറ്റിക് എ എന്ന് പറഞ്ഞ ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൽ വാല്യൂസ് ഉണ്ട് 27, 12, 36, 70, 22. Then another array is declared as star t, a plus 3, a plus 4, a plus 1, a plus 2. അപ്പോൾ രണ്ടാമത്തെ അറേയിൽ നമ്മൾ ഫസ്റ്റത്തെ അറേന്റെ അഡ്രസ് ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ അതൊരു പോയിന്റർ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എഗെയിൻ നമുക്കൊരു അനദർ വേരിയബിളിന്റെ ടി എന്ന് പറഞ്ഞിട്ടുള്ളത്, അത് പോയിന്റ് ചെയ്യുന്നത് ഒരു പോയിന്റർ അറേയിലേക്കുള്ള പോയിന്റർ ആയിട്ടാണ്. അപ്പൊ നമ്മൾ ഇവിടെ 2 സ്റ്റാർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ജസ്റ്റ് മൂന്നാമത്തെ വേരിയബിൾ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. ദെൻ പ്രിന്റ് ചെയ്യാണ് %d CTR മൈനസ് ടി സ്റ്റാർ സ്റ്റാർ CTR. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവുമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു അറേ വരക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ അറേയിൽ കുറച്ച് എലമെന്റ്സ് ആണുള്ളത്. പിന്നെ ബാക്കി രണ്ടും നമുക്ക് പോയിന്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റത്തെ അറേ എന്ന് പറയുന്നത് നമുക്ക് എ എന്നുള്ള അറയാണ്. അതിൽ 27, 12, 36, 17, 22 ഇത്രയും എലമെന്റ്സ് ആണ് എ എന്നുള്ള അറയിലുള്ളത്. ദെൻ ടി എന്ന് പറഞ്ഞ വേരിയബിള് ടി എന്ന് പറയുന്നത് എന്താണ്, ഒരു പോയിന്റർ ആണ്. അത് എന്ത് ചെയ്തിട്ടുണ്ട്, എയിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, എയിലേക്ക് പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ടി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അത് എന്താ ചെയ്യുന്നത്, a plus 3, a plus 4, a plus 1, a plus 2 ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പോയിന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ടിയിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞത് എന്റെ ഫസ്റ്റത്തെ എലമെന്റ് ആയിരിക്കും. എ എന്ന് മാത്രം പറഞ്ഞാൽ ഇവിടെ 0 ഇൻഡെക്സിനെയാണ് നമ്മൾ നോട്ട് ചെയ്യുക. ദെൻ a plus 3 എന്ന് പറഞ്ഞാൽ ഈ 0 ഇൻഡെക്സിന്റെ കൂടെ 3 ആഡ് ചെയ്തത്. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് എയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ടിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എ ആദ്യം ഫസ്റ്റത്തെ ലൊക്കേഷൻ, പിന്നെ a plus 3 മൂന്നാമത്തെ ലൊക്കേഷൻ, പിന്നെ a plus 4 നാലാമത്തെ, ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ CTR പിന്നെ എങ്ങോട്ടാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, CTR ഈക്വൽ ടു ടി. CTR ടിയിലേക്കാണ് പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് CTRഉം ടിയിലേക്ക് തന്നെ ആയിരിക്കും പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ എയിലെ ഫസ്റ്റത്തെ ലൊക്കേഷനിലായിരിക്കും ആദ്യം CTR ഉണ്ടാവുക, കാരണം രണ്ടും ഈക്വൽ ആക്കി ചെയ്തിട്ടുള്ളത്. ബട്ട് പിന്നെ CTR എന്ത് ചെയ്യുന്നുണ്ട്, CTR പ്ലസ് പ്ലസ് എന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ CTR എന്ത് ചെയ്യും, CTR ഫസ്റ്റ് ടിയിലേക്കാണ് പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. ഈ CTR ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ ടിന്റെ ഫസ്റ്റ് ലൊക്കേഷൻ മാറിയിട്ട് രണ്ടാമത്തെ ലൊക്കേഷനിലേക്കാവും CTR എന്ന് പറയും. സോ CTRിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് a plus 3 ആയിരിക്കും. a plus 3 എന്നുള്ള ആ ഒരു അഡ്രസ് ആയിരിക്കും എവിടെ ഉണ്ടാവുക, CTRൽ ഉണ്ടാവുക. നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് CTR പോയിന്റ് ചെയ്തിരിക്കുന്ന ലൊക്കേഷനിലുള്ള വാല്യൂ ആണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. ഇവിടെ ഡബിൾ പോയിന്റർ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യും, a plus 3 എന്ന് പറയുന്ന അഡ്രസ്സിലുള്ള വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യുക. അപ്പൊ a plus 3 എന്ന് പറയുന്നത് 17 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു വാല്യൂ എങ്ങനെയാ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ കിട്ടും. CTR എന്ന് പറയുന്ന ഭാഗത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ ഏതാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ 17 ലാസ്റ്റ് വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ തന്നെ നമുക്ക് ഇവിടുന്ന് ഓപ്ഷൻ കിട്ടും, ആൻസർ കിട്ടും. ബട്ട് നമുക്ക് ഈ ഒരു ഭാഗം കൂടെ നോക്കാം. ഇത് ജസ്റ്റ് എന്താണ്, 2 പോയിന്റ്, നമുക്കറിയാം പോയിന്റേഴ്സ് തമ്മിൽ അഡീഷനും സബ്സ്ട്രാക്ഷനും നമുക്ക് അലൗഡ് ആണ്. അപ്പൊ ഇവിടെ 2 പോയിന്റേഴ്സ് തമ്മിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, മൈനസ് ചെയ്തിരിക്കുകയാണ്. അപ്പോ അതിന്റെ മീനിങ് എന്താണ്, ഇത് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എത്രയെന്നുള്ളതാണ്. അപ്പോൾ ഒരു ലൊക്കേഷൻ ആണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. അതുകൊണ്ടാണ് ഇവിടെ 170 എന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ, 170 എന്നുള്ളത്. ഓക്കെ, ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് അത്ര കൺഫ്യൂസിംഗ് ഒന്നുമല്ല, ജസ്റ്റ് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ വരക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു വേഗം അതിനെ മാപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. Okay, next question. When a function is recursively called, all atomic
automatic variables are initialized during each execution of the function, are retained from the last execution, are maintained in a stack, are ignored. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു ഫംഗ്ഷൻ റിക്കേഴ്സീവ്ലി കോൾ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ഓട്ടോമാറ്റിക് വേരിയബിൾസിന് എന്താ സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഈ ഒരു കീവേഡ് ഈ ഒരു വേർഡ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്കിവിടെ ആൻസർ തെറ്റിപ്പോകും. സാധാരണ നമ്മൾ സാധാരണ നമ്മൾ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂസ് ഒക്കെ എന്താ ചെയ്യുക, സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഓപ്ഷൻ സി ആണോ കറക്റ്റ് എന്ന് തോന്നും. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഓൾ ഓട്ടോമാറ്റിക് വേരിയബിൾസ് ആണ്. അതായത് ഇതെന്താണ്, അവിടെയുള്ള ലോക്കൽ വേരിയബിൾസിന് എന്താ ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതല്ലാതെ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ അല്ല ചോദിച്ചിട്ടുള്ളത്. ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആണ് നമ്മൾ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യുക. അപ്പൊ നമ്മൾ ആ ഒരു സ്റ്റാക്കിന്റെ അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആ റിക്കേഷൻ ട്രീ ഒക്കെ വരച്ചാൽ നമുക്ക് വരുന്നത് അവിടെ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആണ്. അതാണ് നമ്മൾ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യുക. ബട്ട് അവിടെയുള്ള ലോക്കൽ വേരിയബിൾസ് ഒക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് നമ്മൾ ഓട്ടോമാറ്റിക് ആക്കിയിട്ടാണ് കൊടുത്തത്. അതായത് ജസ്റ്റ് നമ്മൾ ഇൻഡി ബി എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓരോ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്തും എന്താണ് നമ്മൾ അതിന്റെ അകത്ത് ഇനീഷ്യലൈസേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ളത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ ഇത് ശരിക്കും നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓട്ടോമാറ്റിക് എന്നുള്ള സ്റ്റോറേജ് ക്ലാസിന്റെ സ്കോപ്പും ലൈഫ് ടൈമും നമുക്ക് അറിയോ എന്നുള്ള ഒരു കൺസെപ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ ഫസ്റ്റ് റിക്കേഴ്സീവ് അല്ലെങ്കിൽ റിക്കേർഷൻ എന്ന് കാണുന്ന സമയത്ത് നമുക്ക് സ്റ്റാക്ക് എന്ന് മൈൻഡിൽ വരും. അപ്പോൾ അങ്ങനെ ഒരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പെട്ടെന്ന് നമുക്ക് അതാ വരിക. പക്ഷെ ഇവിടെ ഓട്ടോമാറ്റിക് എന്നുള്ള ആ ഒരു കീവേഡിനാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് മനസ്സിലാവും ആൻസർ എങ്ങനെയാ വരേണ്ടതെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻലി സ്റ്റോറേജ് ക്ലാസ്സുകൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ സ്കോപ്പും ലൈഫ് ടൈമും ഒരു വേരിയബിൾ നമുക്ക് എവിടെയൊക്കെ വാലിഡ് ആണ്, അല്ലെങ്കിൽ ആ ഒരു വേരിയബിളിന്റെ അകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ എത്രത്തോളം ആ ഒരു മെമ്മറിയിൽ എന്താണ് പ്രിസർവ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ എത്രത്തോളം അവിടെ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോറേജ് ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇൻഡ് എ എന്നുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് മെമ്മറിയിൽ ജസ്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു സ്പേസ് നമ്മൾ എവിടെയാണ് വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏത് സ്റ്റോറേജ് ക്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതിനനുസരിച്ച് ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ നമുക്ക് എവിടേക്ക് യൂസ് ചെയ്യാം, അതാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ 10 എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാം ആണ്. അതിന്റെ അകത്ത് എന്താ ഡിഫറെന്റ് ഫങ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഈ ഫംഗ്ഷനില് ഇപ്പൊ ഒരു മൂന്ന് ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, എക്സ് എന്നാണ് ഈ ഒരു വേരിയബിളിന്റെ പേര്. ഇവിടെയാണ് നിങ്ങൾ എക്സ് എന്നുള്ളത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾ ഇൻഡെക്സ് എന്ന് മാത്രം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോക്കൽ വേരിയബിൾ എന്നാ പറയാം. സോ നമുക്ക് എന്ത് മാത്രമേ പറ്റുള്ളൂ, ഈ ഫംഗ്ഷൻ എവിടെയാണോ ഇവിടെ മാത്രമേ അതിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. എവിടെ വരെ നമുക്ക് അതിനെ യൂസ് ചെയ്യാം. ദെൻ ഇതിന്റെ ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എത്ര ടൈം അതിന്റെ അകത്ത് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ ലൈഫ് ടൈം എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ടെൽസ് ഫ്രം വാട്ട് പാർട്ട് ഓഫ് കോഡ് വി ക്യാൻ ആക്സസ് എ വേരിയബിൾ. ഓക്കെ, അപ്പൊ എന്ത് സ്കോപ്പ് എന്ന് പറയുന്നത് നമുക്ക് എവിടേക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് പറയും. Scope of a variable determines the area or a region of code where a variable is available to use. നമുക്ക് എവിടേക്ക് യൂസ് ചെയ്യാം. The lifetime of a variable is defined by the time for which a variable occupies some valid space. ഓക്കെ, നമ്മളൊക്കെ അസൈൻ ചെയ്തിരിക്കുന്ന മെമ്മറിയിൽ എത്ര സമയം അത് ഉണ്ടാവും എന്നുള്ളത്. Scope determines the life of a variable. Life of a variable depends on the scope. ഓക്കെ, then അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും സ്റ്റോറേജ് ക്ലാസ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓട്ടോ, എക്സ്റ്റേൺ, സ്റ്റാറ്റിക്, രജിസ്റ്റർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഓട്ടോമാറ്റിക് വേരിയബിളിനെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് കീവേഡ് ആണ് ഓട്ടോ എന്നുള്ള കീവേഡ്. ഇത് മെമ്മറി എല്ലാതും മെമ്മറി സ്റ്റോർ ചെയ്യാൻ നമ്മൾ പ്രൈമറി മെമ്മറിയിലായിരിക്കും. നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറി റാം ആണ്, അല്ലെ, പ്രൈമറി മെമ്മറിയാണ്. സോ ഇത്രയും വേരിയബിൾസ് സ്റ്റോർ ചെയ്യാം റാമിൽ തന്നെ ആയിരിക്കും. നമ്മൾ എപ്പോ ആ പ്രോഗ്രാമിന് എക്സിറ്റ് ചെയ്ത് പോകുന്നോ അപ്പൊ തന്നെ നമ്മുടെ പ്രോഗ്രാമിന്റെ ഫുൾ മെമ്മറീസ് എന്ത് ചെയ്യും അവിടുന്ന് പോകും. ഓക്കെ, അത്രയും ടൈം മാത്രമേ നമുക്ക് മെമ്മറി ഉണ്ടാവുള്ളൂ. അതാണ് റാം, മെയിൻ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുക. പക്ഷെ രജിസ്റ്റർ എന്നുള്ള കീവേഡ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നെങ്കിൽ അത് എവിടെയായിരിക്കും സ്റ്റോർ ചെയ്യുക, CPU-ന്റെ അകത്തുള്ള ഏതെങ്കിലും രജിസ്റ്ററിലായിരിക്കും ആ വാല്യൂ സ്റ്റോർ ചെയ്യുക. ദെൻ ഇനി ഇതിന് ഓരോന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഡീഫോൾട്ട് വാല്യൂസ്, അതായത് നമ്മൾ ജസ്റ്റ് വാല്യൂ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ എന്താണ്
അവിടെ ഓൾറെഡി ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നിങ്ങൾ ഇൻഡി എക്സ് എന്ന് മാത്രം അല്ലെങ്കിൽ ഓട്ടോ ഇൻഡി എക്സ് നിങ്ങൾ കൊടുത്തു. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ മെമ്മറി നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ച് സ്പേസ് കിട്ടും. പക്ഷെ ഈ സ്പേസിൽ ഓൾറെഡി ഉള്ള വാല്യൂ ഒന്നും ക്ലിയർ ചെയ്യൂല. ജസ്റ്റ് അവിടെ എന്താണോ ഗാർബേജ് വാല്യൂസ് ഉണ്ടെങ്കിൽ അത് അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഓൾറെഡി മുന്നേ ചെയ്ത ആരെങ്കിലും അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി അവർ ചെയ്ത എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ അത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ അത് ഇനീഷ്യലൈസ് ചെയ്താൽ മാത്രമേ അവിടുന്ന് പോവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ നിങ്ങൾ ഓട്ടോ ഇൻഡി എക്സ് ഈക്വൽ ടു 10 കൊടുത്താൽ ഇവിടേക്ക് 10 എന്ത് ചെയ്യും, ഓൾറെഡി ഉള്ള വാല്യൂവിന്റെ മുകളിൽ 10 എന്ന് റൈറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ എന്താണ്, അവിടെ ഏതാണോ വാല്യൂ ഉള്ളത് അത് അവിടെ ഉണ്ടാവും. ദെൻ ഇതിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ലോക്കലാണ്. അതായത് നമ്മൾ ആ ഒരു ഫംഗ്ഷന്റെ അകത്താണ് നിങ്ങൾ കൊടുത്തത്. ഇനി ഫംഗ്ഷൻ ആവണമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് 2 ബ്രാക്കറ്റിന്റെ അകത്താണ് കുറച്ച് കോഡ് എഴുതിയിട്ടുള്ളത്. ആ കോഡിന്റെ ഉള്ളിലാണ് നിങ്ങൾ ഇൻഡെക്സ് അല്ലെങ്കിൽ ഓട്ടോ ഇൻഡെക്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അതിന്റെ സ്കോപ്പ് ഉണ്ടാവുള്ളൂ. ആ എക്സിന് നിങ്ങൾക്ക് അവിടെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബ്രാക്കറ്റിന്റെ പുറത്ത് നിങ്ങൾ പോയിട്ട് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നിങ്ങളൊരു ഇവിടെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്താൽ അപ്പൊ നിങ്ങൾക്ക് എറർ വരും. എന്താണ്, അൺഇനീഷ്യലൈസ്ഡ് വേരിയബിൾ എന്ന് പറയും, അല്ലെങ്കിൽ അൺഡിക്ലെയർഡ് വേരിയബിൾ എന്ന് പറയും. ഈ ഒരു എക്സ് ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന് വരും. നിങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് എവിടെയായിരിക്കും, ഈ ഒരു 2 ബ്രാക്കറ്റിന്റെ അകത്തായിരിക്കും. അവിടെ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ലൈഫ് ടൈമും അവിടെ തന്നെ തീരും. വിത്തിൻ്റെ ഫംഗ്ഷനിലാണ് അതിന്റെ ലൈഫ് ടൈം ഉള്ളത്. നമ്മൾ അവിടുന്ന് എക്സിറ്റ് ചെയ്ത് പോകുന്നത് അപ്പൊ തന്നെ ഇവിടുത്തെ ഈ ഒരു മെമ്മറി എന്ന് പറയുന്നത് എക്സിൻ്റെത് അല്ലാതെയായിട്ട് മാറും. ഓക്കെ, ദെൻ ഇനി നമുക്കുള്ളത് എക്സ്റ്റേൺ എന്നുള്ളതാണ്. പക്ഷെ ഇത് ഗ്ലോബൽ ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രോഗ്രാം എത്ര സമയമുണ്ടോ അത്രയും സമയം ആ മെമ്മറി അവിടെ എക്സിസ്റ്റ് ചെയ്യും. നമ്മുടെ മൊത്തം ഫംഗ്ഷനിൽ മൊത്തം പ്രോഗ്രാമിൽ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇതിന് നമ്മൾ ജസ്റ്റ് ഓട്ടോ ഇൻഡി എക്സ് എന്ന് മാത്രം നിങ്ങൾ കൊടുത്താൽ, എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കാണ്. നമ്മൾ ഓട്ടോ ഇൻഡി എക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അതിന്റെ പേര് എക്സ് എന്നായിരിക്കും. അവിടെ എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കാതെ തന്നെ വാല്യൂ 0 ആക്കിയിട്ട് വരും. അപ്പൊ എന്താണ്, ഇവിടെ ഗാർബേജ് വാല്യൂസ് ഉണ്ടാവില്ല. ഓൾറെഡി ആരെങ്കിലും റൈറ്റ് ചെയ്ത വാല്യൂ അവിടെ ഉണ്ടാവില്ല, അവിടെ 0 ആയിരിക്കും ഉണ്ടാവുക. ദെൻ പിന്നുള്ളതാണ് സ്റ്റാറ്റിക് എന്നുള്ള വേരിയബിൾ. ഇത് നമ്മൾ ഏത് ഫംഗ്ഷനിലാണോ നമ്മൾ, അല്ലെങ്കിൽ ഏത് ഫംഗ്ഷന്റെ അകത്താണോ ഇതിനെ ഡിക്ലെയർ ചെയ്ത് അവിടെ മാത്രമേ അതിന്റെ സ്കോപ്പ് ഉണ്ടാവുള്ളൂ. ആ ഒരു ഫംഗ്ഷനിൽ അല്ലാതെ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ മെയിൻ കഴിഞ്ഞ ഉടനെ തന്നെ, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ മെയിൻ എന്ന് പറഞ്ഞ ബ്രാക്കറ്റ് തുടങ്ങി ഒരു ഫംഗ്ഷൻ ഒന്നും ഇല്ലാതെ ജസ്റ്റ് അവിടെ നിങ്ങൾ ഇൻഡെക്സ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ എത്ര ഫംഗ്ഷൻസ് യൂസ് ചെയ്യണമെങ്കിലും അതിന്റെ ഉള്ളിലേക്കൊക്കെ അതിനെ കോൾ ചെയ്യാം. അവിടെയൊക്കെ നിങ്ങൾക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ ഗ്ലോബൽ എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ മെയിൻ്റെ മുകളിൽ കൊണ്ടുപോയി എഴുതാം, ആഷ് ഇൻക്ലൂഡ് എന്നൊക്കെ എഴുതിയിട്ട് അതിന്റെ താഴെ നിങ്ങൾക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ഗ്ലോബൽ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ ലോക്കൽ ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഏരിയയിലാണ്, ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷന്റെ ഉള്ളിലാണ് നമ്മൾ കൊടുത്തെങ്കിൽ അവിടെ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ലോക്കലാണ്, അപ്പൊ നമുക്ക് അവിടെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇതും എന്താണ്, എക്സ്റ്റേണിന്റെ പോലെ നമുക്ക് 0 ആക്കിയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടായിരിക്കും വരിക. അതായത് അവിടെയുള്ള ഗാർബേജ് വാല്യൂവിനെ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു മെമ്മറി ആയിരിക്കും തരിക. അതുപോലെ തന്നെ സ്റ്റാറ്റിക്കിന്റെ ഒരു പ്രത്യേകതയാണ്, ഇതിന്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ ടിൽ ദ എൻഡ് ഓഫ് ദി മെയിൻ പ്രോഗ്രാം റിട്ടേൺ ദ വാല്യൂ ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ്. നമ്മൾ ഒരു ഫംഗ്ഷന്റെ അകത്താണ് യൂസ് ചെയ്തിരിക്കണമെങ്കിൽ നമുക്ക് വേറെ ഫംഗ്ഷനിലേക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ പ്രോഗ്രാം കഴിയുന്നത് വരെ ആ വാല്യൂ അവിടെ ഉണ്ടാവും. നമുക്ക് എഗെയിൻ ഈ ഫംഗ്ഷനിലേക്ക് തന്നെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാല്യൂ പെർസിസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഇനി അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് വരുമ്പോൾ നമുക്ക് ഒന്നും കൂടെ മനസ്സിലാവും. ഓക്കെ, ദെൻ രജിസ്റ്റർ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എല്ലാതും നമുക്ക് എന്തിന്റെ പോലെയാണ്, നമുക്ക് ഓട്ടോനെ പോലെയാണ്. ഒറ്റ മാറ്റം മാത്രമേ ഉള്ളൂ, അവിടെ സ്റ്റോർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് രജിസ്റ്ററിന്റെ അകത്താവും. ഇത് മാത്രമേ മാറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റോറേജ് ക്ലാസ്സുകൾ. നമുക്ക് ഇതൊക്കെ ഉൾക്കൊണ്ട് വരുന്ന പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദി കോഡ്. ഇത് പോയിന്റർ വെച്ചിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരു കോഡ് തന്നിട്ടുണ്ട്. അതിന്റെ അകത്ത് മെയിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു സ്ട്രിങ്ങിനെ ഡിക്ലെയർ ചെയ്തു. ABCDE എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് ഡിക്ലെയർ ചെയ്തു. ദെൻ പ്രിന്റ്എഫില് %C *str എന്ന് കൊടുത്തു. രണ്ടാമത് പ്രിന്റ്എഫിന്റെ അകത്ത് %C *str++ എന്ന് കൊടുത്തു. അഗെയിൻ %C *str++ എന്ന് കൊടുത്തു. അഗെയിൻ പ്രിന്റ്എഫില് %S *str എന്ന് കൊടുത്തു. ഇതിന്റെ ആൻസർ പറയാമോ നിങ്ങൾക്ക്?
ഇവിടെ നമ്മുടെ കൺസെപ്റ്റ് ചെക്ക് ചെയ്യണത് എന്താ വെച്ചാല് ഇവിടെ ഇതെന്താണ് ഡിക്രിമെന്റും ഇൻക്രിമെന്റും ഓപ്പറേറ്റർ ഉണ്ട് അല്ലെ, അതിന്റെയും അതുപോലെ തന്നെ സ്റ്റാർ എന്നുള്ള ഈ ഒരു രണ്ട് ഓപ്പറേറ്ററിന്റെയും അസോസിയേറ്റിവിറ്റി അറിയോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ആണത്. ഇത് രണ്ടും വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും, ഏതിനാണ് അസോസിയേറ്റിവിറ്റി കൂടുതൽ, ആ ഒരു കൺഫ്യൂഷൻ വരും നമുക്ക്. ഓക്കെ, ദെൻ ഇവിടെ ഇനി നമുക്ക് നോക്കാം. ആദ്യത്തെ 3 പ്രിന്റ്എഫിലും നമ്മൾ പെർസെന്റേജ് സിയിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പെർസെന്റേജ് സി വെച്ചിട്ടാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് അല്ലെ. അതായത് ഇവിടുത്തെ ഫോർമാറ്റ് സ്പെസിഫയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തത് പെർസെന്റേജ് സി ആണ്. എന്താണ് പെർസെന്റേജ് സിയും പെർസെന്റേജ് എസും നമ്മുടെ ഡിഫറൻസ്? ഇവിടെ പെർസെന്റേജ് എസും ആണ്. അപ്പൊ എന്തായിരിക്കും മാറ്റം ഉണ്ടാവുക പെർസെന്റേജ് സി യൂസ് ചെയ്യുമ്പോൾ പെർസെന്റേജ് എസ് യൂസ് ചെയ്യുമ്പോഴും? സിംഗിൾ ക്യാരക്ടറിനെ പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു സിംഗിൾ ക്യാരക്ടർ ആയിരിക്കും പെർസെന്റേജ് സിയിൽ സ്റ്റോർ ചെയ്യാം, പ്രിന്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ഒരു ക്യാരക്ടറിനെ മാത്രം പ്രിന്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പെർസെന്റേജ് സി യൂസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഈ ഒരു അറേ നിങ്ങളൊന്ന് വരച്ചാൽ മതി. നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്നത് ഒരു ക്യാരക്ടർ അറയാണ് അല്ലെ. അതായത് സീന്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ്, സ്ട്രിംഗ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഇല്ല, നമുക്ക് ക്യാരക്ടർ അറേ ആക്കിയിട്ടാണ് നമ്മൾ സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പൊ ജസ്റ്റ് ആ ഒരു അറേ നമ്മൾ ഇവിടെ വരച്ചാൽ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവും. സി ഡി ഇ ഇത്രയാണ് നമ്മുടെ അറേ ഉള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് str എന്ന് പറഞ്ഞ വേരിയബിൾ എന്താണ്? അതൊരു പോയിന്റർ ആണ്. പോയിന്റർ str എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ പോയിന്റർ ആണ്. അത് പോയിന്റർ മാറിപ്പോയത്. str എന്ന് പറഞ്ഞ പോയിന്റർ ആണ്. അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ക്യാരക്ടർ അറയിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ str എന്നുള്ളത് ഈ ഫസ്റ്റ് ലൊക്കേഷനിലേക്കായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ സ്റ്റാർ എന്ന് പറഞ്ഞാല് അവിടെയുള്ള ഒറ്റ ക്യാരക്ടറിന് മാത്രം മതി നമുക്ക്. അവിടെയുള്ള സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടുത്തെ വാല്യൂ. ഇത് ഇനീഷ്യലി ഇത് എങ്ങോട്ടാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അവിടുത്തെ വാല്യൂവിനെ പ്രിന്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എങ്ങനെയായാലും ഇത് സ്റ്റാർട്ട് ചെയ്യുക എ വെച്ചിട്ടായിരിക്കും. അപ്പൊ നമ്മൾ തന്നിട്ടുള്ള എല്ലാ ഓപ്ഷനിലും എ വെച്ചിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ പ്രിന്റ് നമുക്ക് ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല, ഫസ്റ്റ് വരെ എ എന്നുള്ളതാണ്. ഇനി രണ്ടാമത് വരുന്നത് എന്താണ്, എഗെയിൻ നമുക്ക് ഒറ്റ ക്യാരക്ടർ മതി, സ്റ്റാർ str പ്ലസ് പ്ലസ് ഉണ്ട്. അപ്പൊ ഇവിടെയാണ് നമുക്ക് അസോസിയേറ്റിവിറ്റി അറിയേണ്ടത്. ഇതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് ഉള്ളതെന്നും അതുപോലെ തന്നെ ഏതിനാണ് അസോസിയേറ്റിവിറ്റി ഉള്ളതെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഈ സ്റ്റാർ ആണോ ആദ്യം എടുക്കേണ്ടത് അതോ പ്ലസ് പ്ലസ് ആണോ ആദ്യം എടുക്കേണ്ടതെന്ന്. അപ്പൊ ഇവിടെ ഇത് പോസ്റ്റ് ഇൻക്രിമെന്റും ആണ്, അതുപോലെ തന്നെ ഇവിടുത്തെ അസോസിയേറ്റിവിറ്റി കൂടുതലുള്ളത് സ്റ്റാറിനാണ്. സോ ഇവിടെ എന്താ എടുക്കുക, ആദ്യം ഇതിപ്പോഴെ എവിടെയാണോ ലൊക്കേഷന് പോയിന്റ് ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് ലൊക്കേഷനിലേക്കാണ് str പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യം ഈ ഒരു ഭാഗമാണ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പൊ ആദ്യം എന്ത് ചെയ്യും, സ്റ്റാർ str എടുക്കും. അപ്പൊ അഗെയിൻ എനെ തന്നെ എടുക്കും. ആ എനെ കൊടുക്കും ഈ പെർസെന്റേജ് സിയിലേക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. അപ്പൊ രണ്ടാമത് എ തന്നെ പ്രിന്റ് ചെയ്യും. അത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യും, ഈ ഒരു ലൊക്കേഷനെ ഇൻക്രിമെന്റ് ചെയ്യും. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് പോകും. ഓക്കെ, ഇപ്പൊ നിൽക്കുന്നത് എവിടെയാണ്, ബിയിലാണ് നിൽക്കുന്നത്. ഇപ്പൊ 2 എ നമ്മൾ പ്രിന്റ് ചെയ്തു, പിന്നെ നിൽക്കുന്നത് ബിയിലാണ്. ഓക്കെ, ദെൻ അഗെയിൻ ഇതേപോലെ തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുക. ഈ ബ്രാക്കറ്റ് ഉണ്ടെങ്കിലൊക്കെ ഇവിടെ വർക്ക് ചെയ്യുക. ആദ്യം എന്താണ് str ഉള്ളത് പോയിന്റ് ചെയ്തിരിക്കുന്നത് പ്രിന്റ് ചെയ്യും, ബിനെ പ്രിന്റ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ഇതിലേക്ക് പോയിന്റ് ചെയ്യും, സിയിലേക്ക് പോയിന്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ അറേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ തൊട്ടിട്ടാണ്. ബാക്കിയുള്ളതൊന്നും നമുക്കറിയില്ല, നമുക്ക് ബാക്കിലേക്ക് പോയിന്റർ ഇല്ല. ഓക്കെ, str ഇവിടേക്ക് പോയിന്റ് ചെയ്തിട്ടുള്ളത് സിയിലേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ കൊടുക്കുന്നത് പെർസെന്റേജ് എസിലാണ്. എസിലാവുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിനെ പ്രിന്റ് ചെയ്യാൻ പറ്റും. ദെൻ str മൊത്തം പ്രിന്റ് ചെയ്യും. അപ്പൊ ഇവിടെ എന്തായിരിക്കും, പിന്നെ സി തൊട്ടുള്ള ബാക്കി എല്ലാത്തിനെയും പ്രിന്റ് ചെയ്യും. അപ്പൊ ബാക്കി സി ഡി ഇ എന്നുള്ളത്. അപ്പൊ എ ബി സി ഡി ഇ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വന്നത്. ഓക്കെ, അപ്പോ നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതന്നെ കിട്ടുക. ചില കമ്പൈലറിലൊക്കെ പണ്ട് ഈ ഒരു ഡിഫറൻസ് മാറ്റണ്ടായിരുന്നു. നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആദ്യം ഇൻക്രിമെന്റ് ചെയ്തിട്ട് വാല്യൂ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വരുന്ന കമ്പൈലറിലൊന്നും അങ്ങനെയില്ല. ഇപ്പൊ രണ്ടും ഒരേപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അഗെയിൻ ഇവിടെ ഇത് നെറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ഒരു പോയിന്റർ തന്നിട്ടുണ്ട്, അറേയും തന്നിട്ടുണ്ട്. ദെൻ ഇന്നത്തെ നമുക്ക് കുറെ പ്രിന്റഫുകൾ തന്നു. ഇനി ഈ പ്രിന്റഫിൽ വരുന്ന വാല്യൂസിനനുസരിച്ച് ഇതിന്റെ എന്താണ് ഇൻക്രീസിങ് ഓർഡർ ഏതാണെന്ന് ചോദിച്ചത്. ABCD എന്ന് പറഞ്ഞ ഓരോ ഓപ്ഷൻ തന്നു. ഈ ഓരോ ഓപ്ഷനിലും പ്രിന്റ് ചെയ്യുന്ന വാല്യൂ ഉണ്ടാവില്ല, കാരണം നമുക്ക് അറേയിൽ 0, 1, 2, 3, 4 എന്നുള്ള അറിയാനുള്ളത്. അപ്പൊ ഈ 0, 1, 2, 3, 4 ആ പ്രിന്റ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ നമുക്ക് ഇതിനെ സോർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ഏത് ഓർഡറിലാണ് കിട്ടുക? ഓക്കെ, അപ്പൊ ഇവിടെ ഇന്ത്യ അറേ ഈക്വൽ ടു, അപ്പൊ നമുക്ക് ഇവിടേക്ക് നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. അറയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു അറേ വരയ്ക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ളത് 0, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടുള്ള 5 എലമെന്റ്സ് ഉള്ള ഒരു അറയാണ്. ഓക്കെ, ഫോർ വരെയുള്ള ഒരു അറയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ദെൻ ഇന്ത്യ i ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒരു വേരിയബിൾ തന്നിട്ടുണ്ട്. പിന്നെ സ്റ്റാർ PTR, ദെൻ PTR ഈക്വൽ ടു അറേ പ്ലസ് 2 എന്ന് കൊടുത്തു. അപ്പൊ PTR ഈക്വൽ ടു എന്നാ കൊടുത്തു, സ്റ്റാർ PTR അല്ല തന്നിട്ടുള്ളത്, വെറും PTR ഈക്വൽ ടു. അപ്പൊ PTR എന്ന് പറഞ്ഞ മെമ്മറിയിൽ എന്ത് സ്റ്റോർ ചെയ്യണം? അറേ പ്ലസ് 2. അറേ എന്ന് പറഞ്ഞ മെമ്മറി അല്ലെ, അറേ പറഞ്ഞ മെമ്മറിന്റെ കൂടെ 2 ലൊക്കേഷന് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ PTR എവിടേക്കാ പോയിന്റ് ചെയ്യാം? ഇത് അറേ ഓഫ് 0 ആണ്, അറേ ഓഫ് 1 ആണ്, അറേ ഓഫ് 2. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ 2 ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനിലേക്കായിരിക്കും PTR സ്റ്റോർ ചെയ്തിട്ട് PTR പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. 2ലേക്കായിരിക്കും PTR പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. അറേ എവിടെ ഉണ്ടാവുക? അറേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു 0 എന്നുള്ള എലമെന്റ് തൊട്ടിട്ട് അറേ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ദെൻ അറേഞ്ച് ദ ഫോളോയിങ്. പിന്നെ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ അറേ ഓഫ് PTR ഓഫ് I. PTR ഓഫ് I എന്ന് പറഞ്ഞാൽ ഐന്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. അഗെയിൻ ഇത് എന്താണ്, നമ്മുടെ ഇങ്ങനെ നമുക്ക് അപ്പോ നമ്മുടെ മെമ്മറിനെ എങ്ങനെ ഇട്ടിട്ട് കളിപ്പിക്കാൻ. ഇപ്പൊ ഈ PTR എന്നുള്ള പോയിന്റ് ചെയ്തിരിക്കുന്നത് 2ലേക്കാണ്. ഓക്കെ, പക്ഷെ PTR 2ലേക്ക് പോയിന്റ് ചെയ്യാന്ന് പറഞ്ഞാല് PTR ഓഫ് എത്രയാണിത്? PTR ഒരു അറേന്റെ ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്രയാ? 0 ആണ് അല്ലെ. അപ്പൊ ഇവിടെ PTR ഓഫ് 0യിലാണ് 2 ഉള്ളത്. പക്ഷെ നമ്മോട് ചോദിച്ചിട്ടുള്ളത് PTR ഓഫ് I എന്ന് പറഞ്ഞാല് എന്താണ്? PTR ഓഫ് 1 ആണ്. പക്ഷെ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ I എന്ന് കാണുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് വരെ ഫസ്റ്റ് ലൊക്കേഷൻ ആയിരിക്കും, കാരണം I ഇൻക്രിമെന്റ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് വേഗം 2 എന്ന് എഴുതാനാ വരിക. പക്ഷെ PTR ഓഫ് 1 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് PTR ഓഫ് 0 ആണ്. ഇതാണ് PTR ഓഫ് 1, ഇത് PTR ഓഫ് 2 ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു കുഴക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടില്ല. നമ്മൾ നല്ലോണം മൈൻഡ് എന്താവണം, ഉണർന്നിരിക്കണം, എന്നാലേ നമുക്ക് ഇതിനൊക്കെ ഈ ഒരു രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ PTR ഓഫ് 0 ആണ് നമുക്ക് 2, PTR ഓഫ് 1 ആണെങ്കിൽ നമുക്ക് 3 ആണ് വരിക. ഓക്കെ, ഇനി PTR ഓഫ് I പ്ലസ് 1. അപ്പൊ ഇവിടെ 1 തെറ്റിയ ബാക്കിയൊക്കെ നമ്മൾ തെറ്റും. അപ്പൊ I പ്ലസ് 1 എന്ന് പറഞ്ഞാല് എന്തായിരിക്കും? I പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 2. അപ്പൊ പിന്നെ 2ലാണുള്ളത്. അപ്പൊ ഏതാ ഇവിടെ പ്രിന്റ് ചെയ്യുക? 2 ആണ് പ്രിന്റ് ചെയ്യുക അല്ലെ. PTR ഓഫ് 2 എന്ന് പറഞ്ഞാല് 4 ആണ് ഇവിടെ പ്രിന്റ് ചെയ്യുക. PTR ഓഫ് 2 എന്ന് പറഞ്ഞാൽ 4നെ പ്രിന്റ് ചെയ്യും. ദെൻ PTR ഓഫ് മൈനസ് I എന്ന് പറഞ്ഞാല് എന്തായിരിക്കും? ഇവിടെ 0 കഴിഞ്ഞാല് പിന്നെ ഇൻഡെക്സ് വരിക ഇവിടെ -1. ഓക്കെ, പിന്നെ ഇവിടെ ഇൻഡെക്സ് വരിക -2. അപ്പൊ -1ലുള്ളത് ഏതാണ്? 1 എന്നുള്ള എലമെന്റ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ 1 പ്രിന്റ് ചെയ്യും. ദെൻ PTR ഓഫ് -1 പ്ലസ് 1. -1 പ്ലസ് 1 എന്ന് പറഞ്ഞാല് -I എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ -1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 0. അപ്പൊ PTR ഓഫ് ഇതിലുള്ളത് 2. ഓക്കെ, അപ്പോ ഇവിടെ ഏത് ഓർഡറിലാണ് പ്രിന്റ് ചെയ്യുന്നത്? നമ്മൾക്ക് എന്താവണം? ഇൻക്രീസിങ് ഓർഡറിലാണ്. ഇപ്പൊ ഏറ്റവും ചെറുത് C ആണ്, പിന്നെ നമുക്ക് വരുന്നത് D ആണ്, പിന്നെ വരുന്നത് A ആണ്, പിന്നെ വരുന്നത് എന്താണ് B ആണ്. അപ്പോ ഓപ്ഷൻ B ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞ നെറ്റിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ്? അത് ഞാൻ ക്ലിയർ ആയിട്ട് എനിക്കത് വരയ്ക്കുന്ന സമയത്ത് ക്ലിയർ ആവില്ല. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാത്തിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. അറേ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ അറേ ആണ് കേട്ടോ, ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ. അറേ എന്ന് പറയുന്നത് തന്നിട്ടുള്ളത് 0, 1, 2, 3, 4 ആണ്. അറേ എന്ന് പറയുന്ന എലമെന്റ്സ്, അറേന്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള എലമെന്റ്സ് അതാണ്. ഇനി ഒരു അറേന്റെ ഇൻഡെക്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക 0 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. എന്താണ്? നോർമലി അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ
ഇവിടെ നമുക്ക് അറേന്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0th. അപ്പൊ 0th എലമെന്റ് എവിടെ ഉണ്ടാവുക? അറേ ഓഫ് 0യിലാണ് ഈ 0 എന്നുള്ള എലമെന്റ് ഉണ്ടാവുക. അറേ ഓഫ് 1ലാണ് ഈ 1 എന്നുള്ള എലമെന്റ് ഉണ്ടാവുക. അറേ ഓഫ് 2ല് 2 ഉണ്ടാവും. അറേ ഓഫ് 3ല് 3 ഉണ്ടാവും. അറേ ഓഫ് 4ല് 4 ഉണ്ടാവും. ഓക്കെ, അത്രയും ക്ലിയർ ആണോ? ഈ ഇൻഡെക്സ് നമുക്ക് നോർമലി നമുക്ക് വരുന്ന അതേ ഇൻഡെക്സ് ആണ് ഇത് രണ്ടും. ഈ അറേന്റെ ഇൻഡെക്സ് ആണ് ഇത്. ദെൻ ഇനി നമുക്ക് തന്നിട്ടുള്ളത് PTR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റർ ആണ് ഇത് തന്നിട്ടുള്ളത്. ഈ പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് എവിടേക്കാണ്? ഈ അറേന്റെ രണ്ടാമത്തെ ലൊക്കേഷൻ അറേ പ്ലസ് 2ലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പോ എവിടെയൊക്കെ പോയിന്റ് ചെയ്യുന്നത്? ഈ 2 എന്നുള്ള ഇൻഡെക്സിലേക്കാണ് PTR എന്നുള്ള പോയിന്റർ പോയിന്റ് ചെയ്യുന്നത്, പോയിന്റ് ചെയ്യുന്നത്. സോ ഇനി ബാക്കി ഇതൊരു അറയാണ്, അറയിലേക്കാണ് ഇത് പോയിന്റ് ചെയ്യുന്നത്. സോ ഇതിനെ നമ്മൾ PTRനെ ഇനി നമുക്ക് എന്താണ്, ഇത് അറേ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെയും ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഒരു അറയിലേക്ക് പോയിന്റ് ചെയ്യുന്ന പോയിന്റർ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഇൻഡെക്സ് വെച്ചിട്ടും എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് PTRനെ ഒരു അറേ ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോ PTRനെ നമ്മള് അറേ ആക്കിയിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നോക്കാം, ഇവിടെ ഇതിന്റെ ഇൻഡെക്സ് വന്നത് 0 ആണ്. കണ്ടോ, ഇവിടെ ഇൻഡെക്സ് വന്നത് 0 ആണ്. എന്തുകൊണ്ടാണ് അവിടെ ഇൻഡെക്സ് 0 വന്നത്? ഇനീഷ്യലി PTR ഈ 2ലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ PTR എന്നുള്ള അറയിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 2 ആണ്. സോ 2ന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ദെൻ PTR എന്നുള്ള അറയിലെ രണ്ടാമത്തെ എലമെന്റ് ആണ് 3 എന്ന് പറയുന്നത്. സോ അതിന്റെ ഇൻഡെക്സ് എന്തായിരിക്കും? 0 + 1 1 ആയിരിക്കും. ഇവിടെ മൂന്നാമത്തെ എലമെന്റ് ആണ് 4 വന്നത്. അപ്പോൾ 1 + 1 2 ആയിരിക്കും. 0 1 2. ദെൻ ഇനി ഇതിന്റെ നേരെ തിരിച്ചു വരുമ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ മൈനസ് ആവുന്നു. സാധാരണ നമ്മൾ എന്താണ് ടൈം ലൈൻ ഒക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് ജസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ നമ്പർ ലൈൻസ് പറയുന്ന പോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അത് -1 -2. ഓക്കെ, ദെൻ ഇനി നമ്മളോട് ചോദിച്ചത് PTR ഓഫ് I ആണ് ചോദിച്ചത്. പിന്നെ നമുക്ക് അടുത്ത ടെസ്റ്റിംഗ് വന്നത് അവിടെയാണ്, PTR ഓഫ് I അവിടെയാണ്. പിന്നെ അപ്പൊ PTR ഓഫ് Iന്റെ വാല്യൂ നമുക്ക് 0 അല്ല തന്നത്. 0 ആണ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇങ്ങനെ കൊടുത്താൽ മതിയായിരുന്നു, ഈ ഇൻഡെക്സ് നോക്കി നേരെ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ നമുക്ക് PTR ഓഫ് 1 ആണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇൻഡെക്സിലുള്ള എലമെന്റ് കിട്ടണം. ഈ ഒരു ഇൻഡെക്സിലുള്ള എലമെന്റ് ഏതായിരുന്നു? 3 ആയിരുന്നു. ഓക്കെ, അങ്ങനെയാണ് ഫസ്റ്റ് നമുക്ക് പ്രിന്റ്എഫിൽ 3 വന്നത്. ദെൻ പിന്നെ നമ്മളോട് ചോദിച്ചത് PTR ഓഫ് I + 1 ആ ചോദിച്ചത്. പിന്നെ ചോദിച്ചത് I + 1. അപ്പൊ എന്താണ്? I 1 1 + 1 2. സോ നമുക്ക് രണ്ടാമത്തെ ഇൻഡെക്സ്, നമ്മൾ PTRന്റെ ഇൻഡെക്സ് ആണ് നോക്കേണ്ടത്. ഇത് PTRന്റെ ഇൻഡെക്സ്. ഓക്കെ, ഇതിൽ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് വന്ന വാല്യൂ ഏതാ? 4 ആണ്. സോ നമുക്ക് രണ്ടാമത് നമുക്ക് 4 കിട്ടി. പിന്നെ PTR ഓഫ് -1 -I എന്ന് പറഞ്ഞാൽ -1. സോ -1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഉള്ളത് 1 ആണ്. സോ നമുക്ക് പിന്നെ 1 കിട്ടി. പിന്നെ PTR ഓഫ് -I + 1. അപ്പൊ -I എന്ന് പറഞ്ഞാൽ ഐന്റെ വാല്യൂ 1 ആണ്. അപ്പൊ -1 + 1 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? PTR ഓഫ് 0 എന്ന് കിട്ടും. ആ വാല്യൂ 2 ആണ്. ഈ ഓർഡറിലാണ് നമ്മോട് ചോദിച്ചത്. അപ്പൊ അതിന്റെ ഓർഡർ ആയിരുന്നു CDAD എന്നുള്ള ഓപ്ഷൻ ആയിരുന്നു കറക്റ്റ് ആയിട്ട് വന്നത്. ഓപ്ഷൻ B ആയിരുന്നു. CDAD എന്നുള്ള ഓപ്ഷൻ B ആയിരുന്നു.